ഹായ് നമസ്കാരം. വാസ്തുവിദ്യത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ അധ്യായത്തിൽ ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ സ്ഥിരമായി കേൾക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ അത് പല രീതിയിലും അതിന് റെഫറൻസുകൾ പലയിടത്തും ഉള്ളതായിട്ട് കണ്ടതിൻ്റെ ഭാഗമായിട്ട് ഞാനൊരു ഈ പെയിൻറ്റ് ഏത് കളർ പെയിൻ്റാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നുള്ള ചോദ്യം പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ അത് ഞാൻ നമ്മൾ 3-4 കളറിനെ പറ്റി ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാം. ഇതിന് ശേഷം നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ള കളറുകളെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന കുറച്ച് കളറുകളെ കുറിച്ച് സംസാരിക്കാം. റെഡ് കളർ പെയിൻറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ റെഡ് കളർ പവറിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള പവർ പുറത്ത് കൊണ്ടുവരിക, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു എനർജി നമുക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലെ ഫയർ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ റെഡ് കളർ പെയിൻറ്റ് നമുക്ക് വീട്ടിൽ പല മുറികളിലും ഹൈലൈറ്റ് കളറായിട്ട് ഉപയോഗിക്കാം. ഒപ്പം തന്നെ നമുക്ക് വരാന്ത പോലുള്ള സ്ഥലം, അല്ലെങ്കിൽ നമ്മുടെ ഈ വരാന്ത പോലുള്ള സ്ഥലം, ലിവിങ് റൂമിലും വരാന്തയിലൊക്കെ നമുക്ക് ഒരു വാളിൽ ഇതുപോലെ റെഡ് കളർ കൊടുക്കാൻ പറ്റിയാൽ നമുക്ക് ഈ പവർ ഓട്ടോമാറ്റിക്കലി ആ ഒരു സ്പേസിലിരിക്കുമ്പോൾ പവർ ജനറേറ്റ് ചെയ്യുന്നതായിട്ടൊരു ഫീലിംഗ് നമുക്ക് ഉണ്ടാവും. അപ്പോൾ ഇത് റെഡ് കളറിനെ സംബന്ധിക്കുന്ന ഒരു കാര്യം. ഇനി നമുക്ക് ബ്ലൂ കളറിനെ പറ്റി പറയുകയാണെങ്കിൽ ബ്ലൂ കളർ എപ്പോഴും വിശാലതയെ സൂചിപ്പിക്കുന്നതാണ്, വളരെ ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷൻ. അപ്പം ബ്ലൂ കളർ നമ്മൾ കൊടുക്കേണ്ട സ്ഥലമെന്ന് പറയുന്നത്, ബ്ലൂ കളർ എപ്പോഴും വളരെ വലിയ റൂമുകൾക്ക് വേണം നമ്മൾ ബ്ലൂ കളർ പെയിൻ്റ് ഇടാനായിട്ട്. കാര്യം അങ്ങനെ ചെയ്താൽ മാത്രമേ അതിൻ്റെ പ്രയോജനം കിട്ടാറുള്ളൂ. ബ്ലൂ കളർ എക്സ്പാൻഷനാണ്. നമുക്കിപ്പോൾ എന്തെങ്കിലും നമ്മുടെ ഉള്ള കഴിവുകൾ വികസിപ്പിക്കുക എന്നല്ല, നമ്മുടെ കരിയർ വികസിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസം വികസിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നമുക്ക് ഈ വികസനം നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ, എപ്പോഴും നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ ഒരു അർജ് ഉണ്ടാക്കി തരുന്ന ഒരു കളറാണ് ബ്ലൂ എന്ന് പറയുന്നത്. ഇനി ഗ്രീൻ എന്ന് പറഞ്ഞ കളർ ഒരു ഹീലിംഗ് കളറാണ്. അപ്പം നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് സോൾവ് ആയി പോകുന്നത് ഈ ഗ്രീൻ കളർ പെയിൻ്റ് അടിച്ച റൂമിലാണെങ്കിൽ നമുക്ക് കുറച്ചൊരു ഒരു ഓട്ടോമാറ്റിക് ഹീലിംഗ് പവർ വരുന്നതായിട്ട് നമുക്ക് തോന്നും. കാര്യം അതുകൊണ്ടാണ് ഈ ചില ഹോസ്പിറ്റലിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കൂടുതലും ഗ്രീൻ കളർ പെയിൻ്റ് അടിക്കുന്ന ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് അതിൻ്റെ കാരണം. ഹീലിങ്ങിൻ്റെ ഒരു കളറാണ് ഗ്രീൻ എന്ന് പറയുന്നത്. ഇനി വൈറ്റ് വളരെ ഹമ്പിൾ ആൻഡ് സിമ്പിൾ കളറാണ്. അപ്പോൾ അതിന് ഹ്യൂമിലിറ്റിയാണ് അതിൻ്റെ ഒരു ലക്ഷണം. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, വൈറ്റ് കളർ നമ്മൾ വീടിൻ്റെ ഫ്രണ്ട് ഒരിക്കലും വൈറ്റ് കളർ വെച്ച് കഴിയുന്നതും പെയിൻറ്റ് ചെയ്യാതെ ഫുള്ളി പ്യുവർ വൈറ്റിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഓഫ് വൈറ്റ് നമുക്ക് കോമ്പിനേഷൻസ് ഒക്കെ ഉപയോഗിക്കാം. പക്ഷേ ഒരു പ്യുവർ വൈറ്റ് കളർ കൊണ്ട് നമ്മൾ വീടിൻ്റെ ഫ്രണ്ട് നമ്മൾ പെയിൻ്റ് അടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മളുടെ ഈഗോയിസ്റ്റിക്കലായി മാറാനുള്ള സാധ്യതയുണ്ട്. വളരെ ഈഗോ ഉള്ള വ്യക്തികളായിട്ട് നമ്മൾ മാറും. കാര്യം ഇത് അനുഭവമുള്ളതാണ്. പ്രാക്ടിക്കലി ഞാൻ പല സ്ഥലങ്ങളിലും നല്ല കളറുകൾ സജസ്റ്റ് ചെയ്തതിന് ശേഷം ഫ്രണ്ട് മൊത്തം വൈറ്റ് അടിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഈ പ്രോബ്ലം ഫേസ് ചെയ്തതായിട്ട് കാണുന്നുണ്ട്. അപ്പം ഈഗോയിസ്റ്റിക്കലാക്കി നമ്മൾ മാറ്റും. അപ്പോൾ ഇത്രയും 4 കളറുകൾ, ഈ വേരിയസ് കോമ്പിനേഷൻസ് നമ്മുടെ ഇഷ്ടം. പിന്നെ നമുക്കെപ്പോഴും നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്ന കളറാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. പക്ഷേ ഇത്തരം ബേസിക് കളറുകളുടെ കോമ്പിനേഷൻ ഇനി അടുത്ത വീഡിയോയിൽ ബാക്കി ഒരു 4 കളറെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കണം. മറ്റൊരു നല്ല വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നവരെ നന്ദി, നമസ്കാരം.